തിരക്ക് കാരണം ഒന്നിനും സമയം കിട്ടുന്നില്ല. മരുന്നിന്റെ മണവും മനുഷ്യരുടെ വേദനകളും കാണുമ്പോൾ മനസ്സ് പതറിപ്പോകുന്നു. എന്താ ഡോക്ടർ മോഹൻ സാർ ഇല്ലേ ഇവിടെ? ഇന്ന് ലീവാണല്ലോ. എന്ത് പറ്റി? തലയിൽ വല്ലാത്ത പെരുപ്പം, ആകാശവും ഭൂമിയും ഓടി നടക്കുന്നത് പോലെ തോന്നാം. കുഞ്ഞുങ്ങളുടെ കളറുകളെ ഈ തലയ്ക്കകത്ത് എന്തോ ചുഴലി വീശുന്നത് പോലെ. എന്താ നിന്റെ പേര്? എന്റെ ഉമ്മയുടെ പേര് റസാഖ് എന്നാ. ഞാനെന്നെ റസൂലവിടെ നീട്ടി വിളിക്കും. അതിലല്ലേ ഒരു ത്രില്ലുള്ളൂ. കരുണാകരൻ എന്നാൽ കരുണെന്ന്, മാധവൻ എന്നാൽ മാധവ് എന്ന് വിളിക്കും. അതെ ഡോക്ടറെ പേരെന്താ? എന്റെ പേര് മായ. അതായത് മര്യാദ വിളിക്കല്ലേ? അതെന്തിനാ? ഇതിലാണ് ഒരു ത്രില്ലുള്ളത്. അച്ഛനായിട്ട് ഞാനിവിടെ വന്നിട്ട് 10-9 വർഷമായി. ഭ്രാന്താശുപത്രിയിൽ നിന്നാൽ എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കും. ഒരു ഇഞ്ചക്ഷൻ, ഒക്കെ രശ്മി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സൂചി, അതോടെ തലയിലെ കാറ്റ് പോലെ എല്ലാവരും മാറി കിട്ടും. ശരി, ഇവിടെ ഇരിക്കൂ. ഇത്രയും വലിയ ഇഞ്ചക്ഷൻ ഇരിക്കോ? നിനക്ക് തന്നെ ഇവിടെ എനിക്ക് വേണ്ട. ഇവിടെ സൂചിയുടെ വേദനയില്ല. സൂചി കുത്തലുണ്ടല്ലോ, സൂര്യനുണ്ടല്ലോ, അതിനാ വേദന. വല്ലാത്ത ഇപ്പൊ ശരിയാക്കി തരേ. സിസ്റ്റർ മറിയ എന്താ ഇവിടെ? മെന്റൽ ഹോസ്പിറ്റലല്ലേ ഡ്യൂട്ടി? ഓടച്ചോരെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ കാര്യം കട്ടുപോകാൻ ഡോക്ടർ മോഹൻ സാറിനെ കാണിക്കാനാ ഞാൻ ഇവിടെ വന്നത്. ഇതിപ്പോ എന്ത് ഇഞ്ചക്ഷൻ എനിക്ക് വെക്കുന്നത്? ഇത് പേ പിടിച്ചവർക്ക് കുത്തിവെക്കുന്ന മരുന്നാണ്. ആശുപത്രി മാറി ഡ്യൂട്ടി എടുക്കണ്ട. ഡോക്ടർ ജയശങ്കർ സാറാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അവിടെ ഗോവയിൽ നിന്നും ഏതോ സാറ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഡോക്ടർ രവി സാർ രജിസ്റ്റർ ഞങ്ങൾ പറഞ്ഞു വിട്ടേച്ചു അല്ലേ? മോഹൻ സാർ ഭയങ്കര ബിസിയാണ്. 1-2 ആശുപത്രികൾ, ക്ലിനിക്കുകൾ, കൂടാതെ ഇപ്പൊ വീട്ടിലും പരിശോധനയാണ്. ഞാൻ പോവാ. ഇതിലും ഭേദം രത്നഗിരിയിലെ വൈദ്യന്മാരാ. വെറും പച്ചില മരുന്നുകൾ കൊണ്ടല്ലേ ആളുകളെ സുഖപ്പെടുത്തുന്നത്. അവിടെ ഒരു മൂപ്പനുണ്ടത്രേ, കയ്യിലെ ഞരമ്പ് പിടിച്ചു നോക്കി മരണസമയം വരെ പറയുമത്രേ. ഞാൻ പോവാ. ഞാൻ ഇതൊക്കെ ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്. വെറുതെ അല്ല ആളുകള് രക്തഗിരി തേടി പോകുന്നത്. നമ്മുടെ ആശുപത്രി ഒരു അറവുശാലയാണ്. റസാക്കെ, എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. ഇതൊരു സേവനമായി കാണുന്നവരുമുണ്ട്. ഇത് ഡോക്ടറെ പോലെ ചുരുക്കം ചില ആളുകൾ മാത്രം. ഒരു ചെറിയ പനിയായിട്ട് വന്നാലും എത്രമാത്രം ടെസ്റ്റുകളായി ഇവിടെ. രവി സാർ പറയുന്ന സ്ഥലത്ത് തന്നെ സ്കാനിങ് എടുക്കണം. ഇല്ലെങ്കിൽ ആദ്യം വലിച്ചവരെ അറിയുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. റസാക്കെ, ആതൊരു സേവനം ഇന്നൊരു കച്ചവടമായി തീർന്നിരിക്കുന്നു. ലാഭമുണ്ടാക്കുന്ന വൻ ബിസിനസ്. എന്റെ അച്ഛനും സഹോദരനും അതിലെ ചെറിയ കണ്ണികൾ മാത്രം. ഇതെല്ലാം ഒരു മാഫിയയുടെ കളിയാണ്. ഡോക്ടർ രശ്മി എന്തോ പറഞ്ഞു നിർത്തിയല്ലോ. ശരിയാണ്, ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ കോടികൾ വേണം.
വാട്ടർ ചാർജും കറണ്ട് ബില്ലും ലക്ഷങ്ങൾ വേറെ, ജീവനക്കാർക്കും വേണം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം. നിനക്കും തരുന്നില്ലേ 3 ലക്ഷം രൂപ ശമ്പളമായി? ഇതെല്ലാം ശരി തന്നെയാ. പക്ഷേ വല്ലത്തിന് മാനേജറായിരുന്ന കാലത്ത് ഇവിടെ ഇത്രയും പിടിച്ചുപറിയില്ലായിരുന്നു. വെറുതെ അല്ല ആളുകള് രത്നഗിരിയിലെ ഒറ്റമൂലി മൂപ്പനെ തേടി പോകുന്നത്. റസാഖൊന്നും നിർത്തുന്നുണ്ടോ? എവിടെ പോയാലും രത്നഗിരിയിലെ ഒറ്റ വൈദ്യ മൂപ്പന്റെ കഥകളാണ്. റസാഖിന് അറിയാമോ, ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഡോക്ടറാണ് റസാഖ് ഞാൻ. ഏട്ടാ, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ റാങ്ക് നേടി തന്നെ ഞാനും ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളെ ഇങ്ങനെ പിഴിയണം? സ്കാനിങ് ഇല്ലാതെ ഒരു ചികിത്സ സാധ്യമല്ല എന്നുണ്ടോ? രശ്മി, ഞാനാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഇതൊരു ധർമ്മസ്ഥാപനമല്ല, പണമെറിഞ്ഞ് പണം കൊയ്യുന്ന ബിസിനസ് സ്ഥാപനമാണ്. ഞാൻ അതിന്റെ ഒരു ത്രില്ലിലാണ്. ആക്സിഡന്റ് കേസ് വരുന്നുണ്ട് തോന്നുന്നു. ഒരു ആക്സിഡന്റ് കേസ് വരുന്നുണ്ട്. ഞാൻ പോയി നോക്കി പെട്ടെന്ന് വരാം. ഞാനും വരാം. ഏട്ടാ, ഗോവയിലെ ഡോക്ടർ ഡിസൂസ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധം സ്ഥാപിച്ചത് ഞാൻ അറിഞ്ഞു. നമ്മുടെ നാശത്തിലാണത്. രശ്മി, അതിലൊന്നും ഇടപെടണ്ട. ഞാനും അച്ഛനും നമ്മുടെ ടീമും അതെല്ലാം മാനേജ് ചെയ്തോളും. മെഡിക്കൽ എത്തിക്സിൽ നിരക്കാത്തൊന്നും ഞാൻ ചെയ്യില്ല. ഗോവയിലെ ഡോക്ടർ ഡിസൂസയെ കുറിച്ച് നിനക്ക് എന്തറിയാം രശ്മി? മനുഷ്യാവയവങ്ങൾ വിറ്റ് കാശാക്കുന്ന ഒരു മാഫിയ തലവനാണ് ഞാൻ. രശ്മി, നിർത്തുന്നുണ്ടോ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. Get lost. എന്റെ മോനൊരു ആക്സിഡന്റ് പറ്റി. ഡോക്ടർ വന്നൊന്ന് നോക്കൂ. മോനല്ലാതെ വേറെ ആരുമില്ല. അമ്മ പേടിക്കേണ്ട വരും, ഞാൻ നോക്കാം. ചിലപ്പോഴൊക്കെ തോന്നും ഈ ഡോക്ടർ രശ്മി ഒരു മാലാഖയാണെന്ന്. പക്ഷേ ഈ ഞാൻ അങ്ങനെയല്ല.